അപ്പം മക്കളെ, ഇതിപ്പോൾ എൻ്റെ അടുക്കുന്ന് ഇങ്ങനെ ഒന്ന് വീണ് പോയി എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു അടിഭാഗം ചെറുതായിട്ടൊന്ന് കോട്ടം തട്ടും ചെയ്തിരുന്നു. ആ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ കാലുമ തട്ടി കാണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളേക്കൊന്നും ഇപ്പോൾ ഇതിങ്ങനെ ഒന്നും ആവില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കാണ്ട് ഇങ്ങോട്ട് തട്ടി കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഏതായാലും മക്കളെ, ഇതൊരു പഞ്ഞിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കണ കാര്യം നോക്കുകയാണെങ്കിൽ എന്തോരം എളുപ്പമാണെന്നറിയോ. ഒരു തുള്ളി എണ്ണയാണെങ്കിൽ ഇതിൻ്റെ അയലത്തേക്ക് പോലും നമ്മൾ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു 3 മുട്ട വേണ്ട ഒരു സാധനമാണ്. ഈ ഒരു 3 മുട്ടയിൽ നിന്ന് ഒരു മുട്ടൻ്റെ വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ഭാഗം ഇതുപോലെ ഒരു കുഞ്ഞു ബൗളിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി 2 മുട്ടയും അതുപോലെ തന്നെ വൈറ്റും മഞ്ഞയും ഒക്കെ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ 3 മുട്ട ഞാനൊരു ബൗളിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട്, വിസ്കോ ഫോർക്കോ സ്പൂൺ എന്താണോ നിങ്ങളടുത്തുള്ളത് അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് മിക്സ് ചെയ്യാനൊക്കെ ഉണ്ട്, പക്ഷെ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ, അതായത് പഞ്ചസാര, നല്ല അത്യാവശ്യം നല്ല മധുരത്തോട് കൂടിയായിട്ടത് ഉണ്ടാക്കണത്. അപ്പം ഇനി മധുരം വലിയൊരു ഇഷ്ടമില്ലാത്ത പോലെയാണെങ്കിൽ ഇതിന് മധുരം ഒന്ന് കുറച്ചാളുണ്ട്. ഞാനിപ്പോൾ ഒരു കുഞ്ഞിക്കയിലും 1 സ്പൂണും അത്ര പഞ്ചസാര ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറക്കണമെങ്കിൽ ഒരു 3/4 കുഞ്ഞിക്കയിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. അപ്പം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടെടുത്തോളൂ കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് നോക്കിയാണെങ്കിൽ 1 ഗ്ലാസ് നല്ല കട്ടിയുള്ള പാല്, കാച്ചിതാലും കാച്ചാത്താലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ കാച്ചിയ പാലാണ് വാർന്ന് നിർത്തുന്നത്. പാൽ ഒഴിച്ചെടുത്തിന് പശുവും പാലാണ് കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് ഇതുണ്ടല്ലോ ഏലക്കായൻ്റെ പൊടി, അതും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടാ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് തക്കാളി. അപ്പോൾ ഈ ഒരു തക്കാളി ഇല്ലയെന്ന് പറഞ്ഞാൽ ആരും ഇത് ഉണ്ടാക്കാതിരിക്കണം. തക്കാളിയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അപ്പോൾ നല്ല അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നല്ലോണം കുഞ്ഞാക്കിക്കൊള്ളിട്ടോ. നല്ലോണം ചെറുതാക്കണം. കറിയൊക്കെ ഇടുന്ന മാതിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും ഇടരുത്. ചെറുതാക്കി ഇതാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഞാനിതാ നിങ്ങളടുത്തുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിട്ട് ഈ ഒരു ക്യാരറ്റ്. കാരണം ക്യാരറ്റൊന്നും ഇപ്പോൾ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവില്ല. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു ക്യാരറ്റിന് പകരം ഉണ്ടല്ലോ ഈ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ ക്യാബേജിൻ്റെ ചെറിയൊരു കഷ്ണമൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സവാളൻ്റെ പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്തതോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സവാളയും ക്യാബേജൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഈ ഒരു ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇത്തിരി മല്ലിൻ്റെ ഇല, കരിവേപ്പില ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു പലഹാരത്തിന് നമുക്ക് കരിവേപ്പില പാടില്ല, മല്ലിച്ചപ്പ് മാത്രം. അത് ലേശം ഒരു 1/4 പിടി മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഈ ഒരു മുട്ടയും ഇതെല്ലാം കൂടി യോജിക്കണം. പിന്നെ ഒരു കാര്യം, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് സ്കിപ്പായി പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാ. ഇപ്പോൾ എത്ര പഞ്ചസാര വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താലുണ്ടല്ലോ, അപ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇത് നോക്കിയാണെങ്കിൽ മിക്സിൻ്റെ ഒരു ആവശ്യമില്ലട്ടെ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏതൊരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും അതിന് മിക്സിൻ്റെ ജാറ് വേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ ഒരു കറണ്ട് ഇല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ വേഗം ഓടിച്ചെന്ന് അടുക്കളയിൽ നോക്കുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ മിക്സിൻ്റെ ജാറൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡ് ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ട് നല്ലോണം പിച്ച് ഞൗണ്ടി ആക്കല്ലേ, വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് നല്ലോണം പൊടിച്ചെടുത്തോളി. ഞാനിപ്പോൾ 1 ഗ്ലാസ് പാലും 3 മുട്ടയും വെച്ചിട്ട് ചെയ്യണോണ്ട് തന്നെ അതിക്കൊരു 9 കഷ്ണം ബ്രെഡാണ് ഇട്ടെടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഇത് ശരിക്കും അങ്ങോട്ട് നനയാതിരിക്കും. അങ്ങനെ അഥവാ സംഭവിച്ച് പോയാൽ ലേശം കൂടി വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പാലൊക്കെ ചേർത്തെടുത്ത് കണ്ടൊന്ന് നനച്ചെടുത്താൽ മതിയാവും. മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് ബ്രെഡ് പൊടിച്ചിട്ട് നമ്മൾ ഇത് ചേർക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു പലഹാരം ഹാർഡാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ ഞൗണ്ടി എടുക്കട്ടോ. ബ്രെഡല്ലേ വെള്ളം തട്ടിയാൽ വേഗം അങ്ങോട്ട് സോഫ്റ്റ് ആയിക്കാണ്ട് ഇത് കുതിരും. അപ്പോൾ പിന്നെ മിക്സിൻ്റെ ജാറിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നോമ്പാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും നമ്മളെ കുട്ടികൾ സ്കൂളിൽ വരികയാണ്, അങ്ങനത്തെ നേരത്തൊക്കെ ഇപ്പോൾ നമ്മൾ വേഗം എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അധികം ആളുകളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് റെസിപ്പിയൊക്കെ ചെയ്യണത്.
പലഹാരങ്ങളൊക്കെ വേഗം ഉണ്ടാക്കുക. എല്ലാവരും ഇപ്പോൾ ചിലരൊക്കെ പറഞ്ഞേക്കാം, ഞാൻ വേഗം യൂട്യൂബൊന്ന് തുറന്ന് നോക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോണ്ടല്ലോ ചിലതൊക്കെ മിക്സി ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കറണ്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒഴിവാക്കി ടെൻഷനായി കുത്തിറക്കുമ്പോൾ ഇതുപോലെ മിക്സിൻ്റെ ജാറ് മിക്സി ഉപയോഗിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടാ. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ. ഇനി നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു തുള്ളി എണ്ണ പുരട്ടണില്ലാന്ന് ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനൊക്കെ എടുക്കുകയാണെങ്കിലേ ഇതിലേക്ക് എണ്ണ പുരട്ടേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഏതായാലും അത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിരിക്കണം സ്പൂൺ കൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മാറ്റി വെച്ചിട്ട് മുട്ടൻ്റെ വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്ര പണിയുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഉപ്പോ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ മുകളിലൂടെ കുറച്ചൊന്ന് ഈ ഒരു വൈറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് അടുപ്പത്ത് വെക്കുകയാണ്. അടുപ്പത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നേരെ കൊണ്ടുപോയാണ്ട് അടുപ്പത്ത് വെക്കരുത്. കാരണം ഇതിൽ നമ്മൾ ബ്രെഡ് മുട്ട ഇത് രണ്ടും നേരെ ചൂട് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ്. അങ്ങനെ കോഴിമുട്ട ഒഴിച്ചതിന് ശേഷം ലേശം കൂടെ മല്ലിച്ചപ്പ് ഇതിൻ്റെ മേൽക്കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താ അറിയോ, പെട്ടെന്ന് കരിഞ്ഞ് പോകണോണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഗ്യാസ് സ്റ്റൗമ്മൽ നമ്മൾ എന്തെങ്കിലും ഒഴിഞ്ഞാട് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ഒഴിവാക്കി മൂലൊക്കെ എന്താണ് എന്താ പറയുക, പഴയ ദോശക്കല്ലോ പഴയ കടായോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചെടുത്തിട്ട് ആ ദോശക്കല്ല് നല്ലോണം ഒന്ന് കത്തിച്ച് പൊഴിപ്പിക്കുക. നല്ലോണം ഒന്ന് കത്തിച്ച് പഴുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊരു 15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് നോക്കേണ്ടി, ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കേക്കൊന്നുമല്ലല്ലോ, കേക്കൊക്കെ ആണെങ്കിൽ പിന്നെ 20-15 മിനിറ്റിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് കൊഴിഞ്ഞു പോകും. ഇതിന് പിന്നെ ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 10-15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തുറന്ന് നോക്കിയിട്ട് മുകൾ ഭാഗം നല്ലോണം നീരൊക്കെ വറ്റിയതായിട്ട് ഹാർഡാകുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 10-25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, തീ നല്ലോണം കുറക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ മുകൾ ഭാഗത്തുള്ള ആ ഒരു വെള്ളമൊക്കെ വറ്റിപ്പോയി. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലൊരു ചട്ടി ഒക്കെ വെച്ച് ആ ഒരു മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കാവാണ്ട്, അപ്പോൾ ആ ഒരു കുക്കൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേറൊരു പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിഭാഗം കരിഞ്ഞൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോൾ നല്ല ചൂടാണ്. മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിൻ്റെ ഒരു ഭാഗം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് കയ്യിലേക്ക് ഇങ്ങോട്ട്, നല്ല ചൂടല്ലേ, അടിയിൽ നല്ല കത്തൽ എത്തുന്നുണ്ട് തീ. ഇതിൻ്റെ മറ്റേ ഭാഗം ശരിയാകാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാണ് എന്നാലും. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇങ്ങനെ നീക്കണീൻ്റെ അടിയിലാണ് ഇതിൻ്റെയൊക്കെ ഇതിമൊക്കെ വീണത്. അങ്ങനെ വീണ് വിചാരിച്ചാണ്ട് ഒന്നും പറ്റിയില്ല, കാരണം ഇത് അത്രക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് അങ്ങനെ ഗ്യാസ് സ്റ്റൗമൊക്കെ വീണിട്ടും അങ്ങനത്തും പറ്റാതെ നിന്നത് കേട്ടോ. ഏതായാലും ഇതൊക്കെയാണ്, ഇതാണ് വീണ രംഗം, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത് തീ നല്ലോണം കത്തും ചെയ്യേണ്ടത് പോരാത്തിന് ഞാനിതിങ്ങോട്ട് ഒന്നും കാട്ടാൻ വയ്യ, എന്തോ ഒരു ചൂട് കയറിയോ പഞ്ഞി കെട്ടും. അങ്ങനെ ആ ഒരു ഇതിമ കൊളത്തി വലിച്ചിക്കാണ്ട് അടിഭാഗത്തിന് ചെറിയൊരു കോറൽ പറ്റിയാണ് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഏതായാലും നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് നിങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്, ഇനി പുറം കരിഞ്ഞണോ എന്നൊന്നും നോക്കണ്ട. പുറത്ത് ഏതായാലും നിങ്ങൾ കണ്ടില്ലേ, ഉള്ളിൽ എങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ തരി. ഏതായാലും കട്ട് ചെയ്യണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, നിങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് എന്നും കമൻറ്റ് ചെയ്യാണ്ടായിരുന്നു സംസാരം കുറയ്ക്കി എന്നാണ്. ഇതിപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വെറും ഇത്തിരി സമയമല്ലേ എടുത്തിട്ടുള്ളൂ ഇങ്ങനൊരു ഇതുണ്ടാക്കണമെങ്കിൽ. അതിനെക്കുറിച്ച് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എന്നല്ലാതെ ഇപ്പോൾ നാട്ടിർത്താനോ ഇതിലില്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സംസാരം കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് തീരെ തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാലും സംസാരം തന്നെ ഞാനിപ്പോൾ എത്രയോ കുറച്ചിക്കണം നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്തിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കോളി കേട്ടോ. നിങ്ങൾക്ക് എന്താണോ കമൻറ്റിൽ എഴുതാൻ പറ്റണത് അതൊക്കെ എഴുതിക്കോളി, ഇവിടെ ഒരു കുഴപ്പമില്ല. കാരണം അതൊക്കെ നിങ്ങളിഷ്ടമാണ് കമൻറ്റ് ചെയ്യൽ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ എഴുതിക്കോളി എന്ന് വിചാരിച്ചു ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്യാനൊന്നും വരുന്നില്ല കേട്ടോ. നിങ്ങളെ ഇഷ്ടമില്ല. ഇനിയിപ്പോൾ കുറച്ച് എന്നോട് ചിലരൊക്കെ പറയാം എനിക്കൊക്കെ ഒന്നുകൂടെ ഒഴിവാക്കിക്കൂടെ, എന്താണ് സംസാരം കുറക്കണം എന്ന് പറഞ്ഞ് ഇത്രയേ കമൻറ്റാണ് വരുന്നതെന്ന്. അപ്പം ഞാൻ എന്താ ഇപ്പോൾ അവിടെ ഉണ്ട് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്ന് വായിച്ചു നോക്കിയോട്ടെ, അത്രയല്ലേ ഉള്ളൂ ഇപ്പോൾ അല്ലേ.
അതിലൊന്നും വലിയ കാര്യമില്ല ഞങ്ങളെ. നമ്മളിപ്പോൾ അനാവശ്യമായിട്ടൊന്നും ഇത് സംസാരിക്കണില്ല. എനിക്കറിയാം, ഇനിയിപ്പം കേൾക്കണവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. ഏതായാലും മക്കളെ, ഈ പലഹാരങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത്. ഒരു പണിയില്ല വെച്ചാൽ ഒരു പണിയില്ല. കുറച്ച് പാലും കുറച്ച് മുട്ട ഉണ്ടെങ്കിൽ കുറച്ച് ബ്രെഡും ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഇട്ടോ ഒറ്റ കുഴക്കലും പാരലും അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ വെജിറ്റബിൾസൊക്കെ നിങ്ങളെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾ ഇട്ടെടുത്തോളി. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർക്കാം, ഒക്കെ പറ്റും കേട്ടോ. ഏതായാലും ഒരു അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. നല്ല ചൂടാണ് മക്കളത് കഴിക്കാൻ. പക്ഷേ ഇതിൻ്റെ സോഫ്റ്റും ഇതിൻ്റെ ടേസ്റ്റും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് ഇതേ സമയത്ത് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.